Hi all, welcome to Competitive Cracker. എൻ്റെ പേര് സ്വാതി. നമ്മുടെ ഈ കേട്ടറ്റ് കഴിഞ്ഞു അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ് കേട്ടറ്റ് കിട്ടിയവർക്ക് വേണ്ടിയിട്ട് LPUP എന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഈസി അല്ലേ? നമുക്ക് ക്രാക്ക് ചെയ്യാൻ നോക്കിയാലോ? എന്തൊക്കെയാണ് LPUPക്ക് വേണ്ടത്? കേട്ടറ്റ് കഴിഞ്ഞവർക്ക് മാത്രമല്ല കേട്ടോ, ഇനി ഇതേ കേട്ടറ്റ് വരികയായി. അതിനും എന്ത് വേണം? ഈ LPUP എഴുതിയെടുക്കണമെങ്കിൽ ഇനി വരുന്ന കേട്ടറ്റ് കിട്ടാത്തവരാണെങ്കിൽ അതും കൂടെ എഴുതിയെടുക്കുക. ഈസി ആയിട്ട് അധ്യാപനം എന്ന ജോലി നമുക്ക് സാക്ഷാത്കരിക്കാം. എന്തൊക്കെയാണ് LPUPക്ക് വേണ്ടത്? നമുക്ക് ആദ്യം ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ സിലബസ് ഒന്ന് കണ്ടാലോ? ഇതാ 10 മാർക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കേരള ചരിത്രവും കേരള നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ലോക ചരിത്രം, ഇതെല്ലാം കൂടി എന്താണ് 10 മാർക്കിനെ ചോദിക്കുള്ളൂ. ഈ LPUP ക്രാക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നന്നായിട്ട് സിലബസ് അറിഞ്ഞിരിക്കുക. എത്രമാത്രമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് എങ്ങനെയാണ്, ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ എന്താണ് ഈസി ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് 5 മാർക്കിന് ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും സമൂഹശാസ്ത്രവും ഉൾപ്പെടുത്തിയിട്ട് എന്താണ് 5 മാർക്കിനെ വരുള്ളൂ. അപ്പൊ ഇത് ടോട്ടൽ 15 മാർക്കായി. ഇനി വരുന്നത് സയൻസ് ആണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് സയൻസിനും സൈക്കോളജിക്കുമാണ്. ഈസി ആയിട്ട് സയൻസ് ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ LPUP എന്ന് പറയുന്നത് ഒരു 50 മാർക്കിന് മീതെ. സയൻസ്, അതിൽ മാത്സ് വരുന്നു, പിന്നെ എന്ത് വരുന്നു? സൈക്കോളജി. ഈസി ആയിട്ട് 50 മാർക്കിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാനായിട്ട് പറ്റും. ഈ 50ൽ കടന്നാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലെ, നെക്സ്റ്റ് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം, എനിക്ക് അധ്യാപനം എന്ന ജോലിക്കായിട്ട് മുന്നിലേക്ക് പോവാം. അപ്പൊ ഇത് മൂന്നും തന്നെ ആദ്യം നന്നായിട്ട് പരിശ്രമിച്ചാല് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാല് ബാക്കി കൂടെ വാങ്ങിക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യം സയൻസിൽ വരുന്നത് എന്താണ്? ഫിസിക്സിന് 7 മാർക്കാ വരുന്നത്. രസതന്ത്രം അതായത് കെമിസ്ട്രിക്കും എന്താണ് 7 മാർക്ക്. ജീവശാസ്ത്രം അതായത് ബയോളജിക്ക് 6 മാർക്ക്. മാത്സ് ഗണിതശാസ്ത്രത്തിന് എന്താണ് 15 മാർക്ക്. 15 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറെ പേർക്ക് ടഫുള്ള സബ്ജക്റ്റ് ആയിരിക്കും മാത്സ്. എന്ത് ചെയ്യണം? ഡെയിലി വർക്ക്ഔട്ട് ചെയ്താണ് എന്താവുള്ളൂ? പ്രാക്ടീസ് ചെയ്യുക. ധാരാളം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് മാത്സ് ഒക്കെ ടപ്പേന്ന് ചെയ്യാൻ പറ്റും അല്ലെ? അതേപോലെ തന്നെ ഓരോ സബ്ജക്ട് നമുക്ക് എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്ത് നമ്മളെ മോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. നമുക്കിത് 100 റാങ്ക് ഒന്നും വേണ്ട. നമുക്ക് എന്ത് വേണം? ടോപ്പ് ആയിട്ടുള്ള ഒരൊറ്റ റാങ്ക് മതി. ആ ഒരൊറ്റ റാങ്കിലേക്ക് മത്സരിക്കാനായിട്ട് റെഡി അല്ലേ നിങ്ങള്? ബാക്കി കൂടെ നോക്കിയാലോ? സൈക്കോളജി ഞാൻ പറഞ്ഞു, സയൻസിനും സൈക്കോളജിക്കുമാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. 20 മാർക്കാണ് സൈക്കോളജിയിൽ വരുന്നത്. ഇതിൽ ഫിലോസഫി വരുന്നുണ്ട് കേട്ടോ. സൈക്കോളജിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർഷൻ ആണ് ഫിലോസഫി എന്ന് പറയുന്നത്. അതേപോലെ നമുക്കിത് ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന സബ്ജക്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇല്ലായിരുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം എന്തുണ്ട്? ഇംഗ്ലീഷും മലയാളം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എളുപ്പമല്ലേ? ബാക്കി PSC ജോലിക്കൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷും മലയാളവും കിട്ടിക്കഴിഞ്ഞാല് അത്രയും മാർക്കും കൂടെ നമ്മുടെ കയ്യിലായില്ലേ? ഇനി ഈസി അല്ലേ? കറണ്ട് അഫയറും കൂടെ. ഈ കറണ്ട് അഫയർ എന്ന് പറയുന്നത് എവിടെ തൊട്ട് പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം? വിദ്യാഭ്യാസ സംബന്ധപരമായിട്ടുള്ള കാര്യങ്ങള്, അതേപോലെ തന്നെ DRDO, ബഹിരാകാശം, ആകാശം, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങള്, ഇതെല്ലാം നോക്കിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ കറണ്ട് അഫയർ 10 മാർക്കും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ കിട്ടും. ടോട്ടൽ എത്ര മാർക്കിനാണ്? ടോട്ടൽ വരുന്നത് 100 മാർക്കാണ്. ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിലെ എല്ലാം എന്തുണ്ട്? 2 മാർക്കിന് വെച്ചിട്ട് കറണ്ട് അഫയറും ചോദിക്കും. ഇപ്പൊ കഴിഞ്ഞ NCAക്ക് ആണെങ്കിൽ ചെറിയ വേരിയേഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 70ൽ കൂടുതൽ മാർക്ക് നമ്മുടെ കയ്യിലാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ളത്. കെമിസ്ട്രി മാത്രമാണ് ചെറിയൊരു രീതിയിൽ ടഫ് വന്നിട്ടുള്ളത് എങ്കിലും നമുക്ക് അതും ഒന്ന് ആലോചിച്ചാൽ, ആ ഒരു 1.5 മണിക്കൂറിനകത്ത് ആലോചിച്ചാൽ കിട്ടാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഇനി വരുന്ന എക്സാമിനും നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞിട്ടുള്ള പാറ്റേൺ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഉപരി നമുക്ക് എങ്ങനെ നന്നായിട്ട് പഠിക്കാം, ഏത് രീതിയിൽ പഠിക്കണം, ഇതെല്ലാം നമുക്ക് നോക്കണ്ടേ? ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കിയാലോ? ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, മുന്നേ എങ്ങനെയാണ് വന്നിരുന്നത് നോക്കാം. ലാസ്റ്റ് എക്സാം, നമ്മുടെ LPUPയുടെ ലാസ്റ്റ് എക്സാം നടന്നത് 2020-ലാണ്.
ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് പറയാണ്. റാങ്ക് ലിസ്റ്റ് 2022 പബ്ലിഷ് ചെയ്തു. അപ്പൊ ഏകദേശം ഒരു 1.5 വർഷത്തെ ഒരു പ്രോസസ് ആണ് അവിടെ നടന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷമാണ് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. 2025 അത് തീരും. അങ്ങനെ 2025 തീരുന്ന റാങ്ക് ലിസ്റ്റിന്റെ സമയത്ത് നമ്മുടെ ഇപ്പോ ഇനി എഴുതാൻ പോണ റാങ്ക് ലിസ്റ്റ് ഇറങ്ങണമെങ്കിൽ ഇപ്പോ LPUP വിളിക്കണ്ടേ? അങ്ങനെയുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു 2-3 മാസത്തിന്റെ ഇടയ്ക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരേണ്ട ചാൻസ് ഉണ്ട്. സോ എല്ലാവരും നേരത്തെ തന്നെ എന്ത് ചെയ്യാം? LPUPക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് കൂട്ടുകാർ നമുക്ക് ചുറ്റും ഉണ്ടാവാം. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരുപാട് പേര്. ആ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സിലബസ് പറഞ്ഞ് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് അറിയണ്ടാവും, സയൻസ് എളുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? സയൻസ് പഠിച്ചു തുടങ്ങുക. ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് ഏത് പോർഷൻ ആണോ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എപ്പോഴും പറയാറുണ്ട്, ഓർമ്മ നിൽക്കാനായിട്ട് എന്താ നമുക്ക് വേണ്ടേ? റിപ്പീറ്റേഷൻ ആണ് വേണ്ടേ, അല്ലെ? അപ്പൊ ഒരു ചെറിയൊരു 80 മാർക്കോ 90 മാർക്കോ 100 മാർക്ക് വെച്ച് ലക്ഷ്യം വെച്ച് നമുക്ക് തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് 80-85 മാർക്ക് നമുക്ക് കിട്ടും. ആദ്യത്തെ ഒരു 50 റാങ്കിൽ തന്നെ നമ്മൾ വരില്ലേ? ഒരു പ്രോപ്പർ ആയിട്ടുള്ള പഠനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്കൊരു ടൈമിംഗ് ഉണ്ടാവുക, നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഈ സിലബസ് എല്ലാം ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ റെഡി ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എയിം ചെയ്ത ഈ ഒരു അധ്യാപന ജോലിയിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ ചേഞ്ച് വന്നത് എന്ന്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഇത് എന്ന് പറയുന്നത് ഫിസിക്സിലെ ഒരു പ്രോബ്ലം ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാത്സ് ചെയ്യാൻ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കേട്ടറ്റുകാരൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടാവും. കേട്ടറ്റിലുള്ള അതേ സിലബസിൽ വരുന്നതല്ലേ, ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക് ആണിത്. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്രയാണ്? F is equal to R/2 ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ F is equal to R/2 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള ഒരു ചോദ്യം എങ്ങനെയാണ്? ഇങ്ങനെയാ. ചെറിയൊരു പാറ്റേൺ ചേഞ്ച്. എന്താണ്? ക്വസ്റ്റ്യൻ വലുതാവല് മാത്രമല്ല, കുറച്ചും കൂടെ ഈസി ആവുക ചെയ്തേ. നമ്മൾ പഠിച്ച ഒരു സെന്റൻസിനെ അത് കുറച്ചും കൂടെ വലിച്ചു നീട്ടി ചെറിയൊരു രീതിയിൽ തിരിച്ചു ചോദിച്ചു, അത്രയേ ഉള്ളൂ. ഇതെന്താണ്? ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം, ലെൻസുകളാ കൊടുത്തിരിക്കണേ, അല്ലേ? ഗ്ലാസ് ഷീറ്റ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, ഈ 3 കാര്യം ഇവിടെയും കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു? ഒരു പിക്ചർ കൊടുത്തു. ചെറിയൊരു രീതിയിലെ വ്യത്യാസം വരുത്തിയുള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ പേടിക്കില്ലേ? ഇല്ലേ? അങ്ങനെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്തുകയെന്നറിയോ? ഇവിടെ എന്താണ്? ഗ്ലാസ് ഷീറ്റിലൂടെ ഒരു പ്രകാശം കടന്നു പോകുമ്പോൾ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടി. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ഷീറ്റ് ആണ്. രണ്ടാമത്തത് ഏത് ലെൻസിനാണ് കൺവേർജിങ് സ്വഭാവമുള്ളത്? ഓൾറെഡി നമുക്കറിയാം, കോൺവെക്സ് ലെൻസിനാണ് കൺവേർജ് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ എത്തിയാൽ അത് കൺവേർജ് ചെയ്യും. കോൺകേവ് ലെൻസ് ആണ് ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ ഡൈവേർജ് ചെയ്ത് പോകുന്നത്. ഒരു പോയിന്റിൽ എത്തിയാൽ ഡൈവേർജ് ചെയ്ത് പോകും. ആ ഒരു തിയറി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം ആൻസർ എന്ന് പറയുന്നത് ബി ആണ് എന്നുള്ളത്. അതായത് നിങ്ങൾ കേട്ടറ്റിന് പഠിക്കുന്ന അതേ വിഷയങ്ങളാണ്, അത് മാത്രമാണ് LPUPക്കും ചോദിക്കുന്നത്. ലൈറ്റ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മറ്റേ പ്രോബ്ലം ആയിട്ടും ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടും ചോദിക്കാം. കേട്ടറ്റിന് പഠിച്ച അതേപോലെ ഇപ്പൊ കേട്ടറ്റ് കഴിഞ്ഞു വരുന്നവർക്കാണെങ്കിൽ ഈസിയാണ്, അതൊന്ന് പൊടി തട്ടി എടുത്താൽ മതിയാവും. പക്ഷെ എങ്ങനെ പൊടി തട്ടി എടുക്കണം? ചെറിയ രീതിയിൽ ഇത്തിരി ഡീപ്പായിട്ട് എന്ത് വേണം? ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ ഈസി ആയിട്ട് LPUPക്കുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ LPUP ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് നല്ലൊരു അവസരം ഒരുക്കുകയാണ്. LPUP സ്പാർക്ക് ജെ ബാച്ച്, സ്പെഷ്യൽ മെന്റർഷിപ്സ്, സൂം ലൈവ്സ്, അതേപോലെ തന്നെ വീക്ക്ലി എക്സാംസ്, ഡെയിലി വർക്ക്ഔട്ട്സ്, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈസി ആയിട്ടുള്ള ചിട്ടയായ പഠനം ഉറപ്പിക്കാനായിട്ട് ഏവരെയും നിങ്ങളെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം കോമ്പറ്റിറ്റീവ് ക്രാക്കറിനോടൊപ്പം. ഈ വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ച് കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് ജനറൽ PSCയിൽ വരുന്ന എല്ലാ കോഴ്സുകൾക്കും 30% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. സോ പഠിക്കുന്ന ജനറൽ PSC നോക്കുന്ന ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ജോയിൻ ചെയ്യാം. ഈ ഒരു ഓഫറിനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8590202323.
നമ്മുടെ ഒരു ലക്ഷ്യമാണ് അധ്യാപന ജോലി അല്ലെ. LPUP എന്ന് പറയുന്ന അധ്യാപന ജോലിക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കോമ്പറ്റീറ്റീവ് ക്രാക്കറിനോടൊപ്പം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക്